യാത്രകൾ എപ്പോഴും ചെയ്ത് എനിക്ക് എങ്ങനെ ഡയറ്റ് കൊണ്ടുപോകണം എന്നുള്ള നല്ല ടെൻഷനുണ്ട്. മാത്രമല്ല വീട്ടിൽ പറയുന്നുണ്ട് ഇനി മതി, എന്തിനാ ഇത്രയും. കാര്യം നമ്മൾ ഓവർ വെയിറ്റ് ആണ് എന്നിരുന്നാലും ആ വീട്ടിലുള്ളവർ ആ വണ്ണമുള്ള ആ രീതിയിൽ കണ്ട് ഇനി മതി എന്നുള്ളൊരു തീരുമാനമാണ് പറയുന്നത്. എന്നാലും നമുക്ക് ആ ഒരു ചലഞ്ച് കൂടി എടുക്കാം, ഐഡിയൽ വെയിറ്റ് എത്തിക്കാം, അല്ലെങ്കിൽ നമുക്ക് വ്യത്യാസം വരുത്തിയെടുക്കാം. ഇനി ദേ ഞങ്ങൾ ആ ടൂറ് പോയ ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. വീട്ടിലുള്ള ഒരു മീനിനെ ഉൾപ്പെടെ കൊണ്ട് അതിൻ്റെ സേഫായ പ്ലേസിൽ എത്തിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ യാത്ര ചെയ്യുന്ന. അപ്പോൾ ഇതിനാലിടക്ക് ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഡയറ്റിലൊരു വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 75 ഡേയ്സിൻ്റെ ചലഞ്ചിൻ്റെ കണ്ടീഷൻസ് ഇതല്ല എന്ന്. അതിൽ 45 മിനിറ്റ് 2 വട്ടം ഒരു ഹോം വർക്ക്, അതായത് നമ്മുടെ ഔട്ട്ഡോർ വർക്കൗട്ടും അതുപോലെ ഇൻഡോർ വർക്കൗട്ടും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാമെന്ന് തന്നെ പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെവി പരിപാടിയാണ്. കാര്യം ആദ്യം ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിലും ആദ്യം ചോദിക്കുന്നൊരു കാര്യം വെയിറ്റ് കുറയ്ക്കാൻ എക്സസൈസ് ചെയ്യണം എന്നാണ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കണ്ടീഷൻസിൽ ഒരു ചേഞ്ചസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പം പിന്നെ പുറത്ത് പോകുമ്പോഴത്തേക്കും എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പോൾ ചീറ്റ് മീൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 75 ഡേയ്സിൽ ചലഞ്ച് അവിടെ ഫ്ലോപ്പ് ആവും. പിന്നെ രണ്ടാമത് തുടങ്ങണമെന്നാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്കും കിട്ടുന്ന ഭക്ഷണം എന്തുവാണോ അത് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാമെന്ന് മാത്രം. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടെ യാത്ര പോകുമ്പോഴത്തേക്കും മാക്സിമം നമ്മൾ പറ്റുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ കുറച്ചെടുക്കുക, അങ്ങനെയുള്ള രീതിയിൽ പോകുന്ന വ്യക്തികളാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലംകോട് പോയ യാത്രയാണ്. അപ്പോൾ അന്നേരവും മറ്റുള്ളവർ കഴിക്കുന്നത് റൈസ് ആണെങ്കിൽ ഞങ്ങൾ ആ ഒരു ടൈമിൽ 2 ചപ്പാത്തി അല്ല 1 ചപ്പാത്തി ഇത്തിരി ചിക്കനും ഒക്കെ ആയിട്ട് അവിടെ ഒതുങ്ങും. കാര്യം നമുക്ക് ആ ഒരു വയറ് ഫുള്ളാവാനും അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടാനും അതൊക്കെ മതി. പിന്നെ പോയപ്പോൾ തന്നെ ഓവർ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതുള്ളായിരുന്ന ഒരു യാത്രയാണ് കേട്ടോ. ഞങ്ങൾ തന്നെ മാക്സിമം ഫുഡുകൾ അവിടെ തന്നെ വെച്ച് കഴിക്കലും അങ്ങനെ ഒരു രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ടൂറായിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടേത്. അപ്പം നമ്മൾ ഏത് കാര്യവും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആ ഒരു രീതിക്കും വേണ്ടിയിട്ട് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടീഷൻസ് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി എഴുതുകയാണ് നമ്മൾ. ആ ഒരു രീതിയിൽ നമ്മൾ പോയാൽ നമുക്ക് ഫ്ലോപ്പായി പോകുന്നുള്ള ഉറപ്പാണ്. പറ്റുന്ന ഒരു മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ഡയറ്റും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോട്ടെ. അപ്പം ആ ഒരു വാല്യുവൽ കമൻറ്റ് ഇട്ടവർക്ക് എന്തായാലും താങ്ക്സ്. കാര്യം അങ്ങനെയാണെന്ന് എനിക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ 75 ഡേയ്സിൽ